വൻ രാസലഹരി വേട്ട. 2 സ്ഥലങ്ങളിലായി നടത്തിയ പരിശോധനയിൽ 4 പേർ പിടിയിലായി. കാറിൽ MDMA വിൽപ്പന നടത്തിയ എടക്കര സ്വദേശി പ്രകാശിനെ മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് നിന്നാണ് പിടികൂടിയത്. മഞ്ചേരി മുള്ളംപാറയിൽ നടത്തിയ പരിശോധനയിൽ 3 പേരും പിടിയിലായി. ഇവരിൽ നിന്നും ഇലക്ട്രോണിക് ത്രാസുകളും 85,000-ഓളം രൂപയും പിടികൂടി. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷീർ, എങ്ങനെയായിരുന്നു പരിശോധന? ഈ പ്രതികളെ എങ്ങനെ പിടികൂടി? മലപ്പുറം ജില്ലയിലെ 2 ഇടങ്ങളിലായി നടത്തിയ പരിശോധനയിലാണ് നിരോധിത ലഹരി പദാർത്ഥം MDMA-യുമായിട്ട് 4 പേർ പിടിയിലായിരിക്കുന്നത്. കാറിൽ MDMA വിൽപ്പന നടത്തുകയായിരുന്ന നിലമ്പൂർ എടക്കര കാക്കപ്പുറത്ത് സ്വദേശി പ്രകാശിനെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് മുൻവശത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ പിടികൂടിയത്. ഇയാളിൽ നിന്നും വിൽപ്പനക്കായി കൊണ്ടുവന്ന 4.30 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ട്. മഞ്ചേരിയിലെ സ്വകാര്യ ലോഡ്ജ് നടത്തിപ്പുകാരനാണ് പിടിയിലായ പ്രതി എന്നുള്ളതാണ് പോലീസിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഇയാളെ കൂടാതെ മഞ്ചേരി മുള്ളംപാറ കോണിക്കലിൽ നടത്തിയ പരിശോധനയിൽ 43 ഗ്രാം MDMA-യുമായി മമ്പാട് ഒടായിക്കൽ സ്വദേശിയായിട്ടുള്ള ഷുഹൈബ്, പന്തല്ലൂർ കടമ്പോട് സ്വദേശി നാസർ, വാണിയമ്പലം തച്ചങ്കോട് സ്വദേശി സാജിദ് എന്നിവരും പിടിയിലായിട്ടുണ്ട്. ഇവരിൽ നിന്നും ഇലക്ട്രോണിക് ത്രാസുകളും ഏകദേശം 85,000-ഓളം രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ വിവിധ ഇടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ MDMA-യുമായിട്ട് കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നു. സമാനമായിട്ടുള്ള പരിശോധനകൾ തുടരുമെന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവിയും വ്യക്തമാക്കുന്നത്. ഓക്കെ, മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.